ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണങ്ങൾ ഉണ്ടാവാം. കഥയൊന്നും പറയുന്നില്ല. അവിഹിതം എല്ലാം പെട്ടുപോയിട്ടേ ഇതുവരെ. വേണ്ട പറയണ്ട. സത്യം പറഞ്ഞാലേ എൻ്റെ ഓള് എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു അവിഹിതം. ഓള് പറഞ്ഞു ഏപ്പടത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ചോദിച്ചാൽ എന്നോട്. ഞാൻ ഏല്ല അവിഹിതം, അതിൻ്റെ ഏതിട്ട അവിഹിതം, അതിലെന്തെല്ലോ കാര്യമുണ്ട്. അതെല്ലാം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഈ ഒരു സിനിമ നമ്മൾ പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം. ഇത് കുറേ നമ്മളെ തൊട്ടപ്പുറത്തല്ലേ കുറേ ആൾക്കാരില്ല ഇല്ല പോലെ തോന്നും ഈ സിനിമയിൽ. നമുക്കൊക്കെ അനുഭവമില്ല പല കാര്യങ്ങളും നമ്മൾ തൊട്ടപ്പുറം അവരങ്ങനത്തെ ഈ സിനിമ കഴിയുമ്പോൾ ഞാൻ സിനിമേൻ്റെ ഒരിക്കലും കഥ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും അല്ല സാറേ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട്. എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായതാണ്, ഒരു വേറെ രീതിയിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് അങ്ങനെ ഓരോരാൾക്കും പല രീതിയിലും യാത്ര നൈറ്റ് ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ. അപ്പം ഇതേ ബൈക്കേ അപ്പുറത്ത് ഓൻ എപ്പോൾ കളിയിലേ പോകുന്നുണ്ടായില്ലല്ലോ. ഓൻ എന്താ കളിയിൽ ഇപ്പുറം ഈ മറ്റേ പ്രേതത്തിനൊക്കെ പേടി അതിപ്പോവും. പ്രേതം ഉണ്ടല്ലോ ആടെ പണ്ടാരോടെ തൂങ്ങിച്ചത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ കളിയിൽ ഇപ്പുറത്തെ വരലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ടാ ആ കളിയിലെ പോകുന്ന എനിക്ക് ഇപ്പുറത്തെ എളുപ്പമുണ്ട്. പക്ഷെ നമ്മ പണ്ടത്തെ വീടുണ്ടാകുമ്പോൾ അപ്പുറത്തേ പോലെ ഞാൻ അപ്പുറത്തേ പോകും. അപ്പം ഒരു മനുഷ്യൻ്റെ അതിലേക്ക് പോയാലോ ഓൻ്റെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണങ്ങൾ ഉണ്ടാവാം. കഥയൊന്നും പറയുന്നില്ല. അവിഹിതം ഇപ്പൊ അവിഹിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയേട്ടന് തനി കാസർഗോഡ് ഭാഷ അതുപോലെ മലബാർ ഭാഷ ഒരു സ്ലാങ് വന്നു. അപ്പൊ ഇതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും കണ്ണൂർ ഏരിയയിൽ നിന്നും അതുപോലെ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെ ഏരിയയിൽ നിന്നുള്ളവരാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലാങ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സഹായിക്കാൻ സാധിച്ചോ? സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സഹായിക്കാൻ ഉണ്ണിയേട്ടൻ്റെയും ഇവരുടെയൊക്കെ ഒരു പങ്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ? ഇല്ല, ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാറില്ല ആക്ട്രസിന്. ഞങ്ങൾ സീന് തുടങ്ങുന്ന മുമ്പ് ആ സീന് മാത്രമേ വായിച്ചു കൊടുക്കാറുള്ളൂ. സോ അവർക്കാർക്കും കഥയുടെ ഒരു ഏകദേശം കുറച്ച് ധാരണ ഉണ്ടാവും, പക്ഷേ ദി വുഡ് നോ ദ ഹോൾ തിങ്. അപ്പോൾ സ്ക്രിപ്റ്റായിട്ട് നമ്മളിപ്പോൾ ഓബിയസ്ലി സുധീഷാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഹീ ന്യൂ. ഞാനും അംബരീഷും പിന്നെ ശ്രീരാജ്, ഞങ്ങൾ 3 പേരാണ് പ്രിറ്റി മച്ച് റൈറ്റ് ആൻഡ് ഡിസൈഡ്. അന്ന് സീന് തുടങ്ങുന്ന മുമ്പ് നമ്മൾ ആ സീനിലുള്ള ആക്ടറെ വിളിച്ചിട്ട് വിൽ എക്സ്പ്ലെയിൻ ഇട്ട് ദം, ഇതാണ് വേണ്ടത്, ഇതാണ് ഡയലോഗ്സ്. ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ അവരെ പഠിപ്പിച്ചു. ആൻഡ് ദെൻ വിൽ കം ആൻഡ് ഷൂട്ട്. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഹി ഈസ് ഓബിയസ്ലി ആ മറ്റേ ഹലോ യമുന നായർ ആ ട്രെയിലർ കണ്ടില്ലേ? എന്താണ് ഡയലോഗ്? അല്ല എന്താണ് മൈ സ്വീറ്റ് ഗേൾ യമുന, അതൊക്കെ പുള്ളിയെ കഴിഞ്ഞിട്ട് അതൊന്നും സ്ക്രിപ്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു പണ്ടത്തെ ഒരു ആരോ ഓർമ്മ ഒന്നെന്ന് പറഞ്ഞു.